തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 9 മന്ത്രിമാരും വിജയ്ക്കൊപ്പം ചുമതലയേറ്റു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ വൻ ജനാവലിയാണ് ചടങ്ങ് സാക്ഷ്യം വഹിക്കാനെത്തിയത്. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ വിജയുടെ മാതാപിതാക്കൾ എത്തിയിരുന്നു. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വിജയ്. സ്ത്രീ സുരക്ഷയ്ക്കും ലഹരി തടയാനും പ്രത്യേക സ്ക്വാഡ്. 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി അനുവദിക്കുമെന്നും വിജയ്. ജനിച്ചത് രാജകുടുംബത്തിലല്ല, സാധാരണക്കാരനായി. സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പുതിയ തുടക്കത്തിനും ആഹ്വാനം. எனக்கும் வாழ்க்கையில வறுமைனா என்னன்னு எனக்கு நல்லாவே தெரியும். பசினா என்னன்னு எனக்கு நல்லாவே தெரியும். நான் ஒன்றும் பெரிய மன்னர் பரம்பரையிலிருந்துலாம் வந்துடல. உங்கள ஒருத்த மாதிரி தான், உங்க குடும்பத்துல ஒருத்த மாதிரி தான், உங்க புள்ள மாதிரி தான், உங்க மகன் மாதிரி தான், உங்க அண்ணன் மாதிரி தான், உங்க தம்பி மாதிரி தான். இது உங்களுடைய ஆட்சி. பெண்கள் பாதுகாப்பை ரொம்ப ஸ்ட்ரிக்டா வச்சிருப்பேன். போதைப் பொருள் கலாச்சாரம் அதை கண்ட்ரோல் பண்றதுக்கு என்னென்ன ஸ்டெப்ஸ் எடுக்கணும், என்னென்ன முயற்சிகள் எடுக்கணும், இன்னிலிருந்து அதை நான் எடுப்பேன். நம்ம பசங்களை அதுல இருந்து காப்பாற்ற வேண்டியது நம்ம அரசனுடைய பொறுப்பு. രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, തമിഴ്നാടിനെ സംബന്ധിച്ച് ഇന്ന് ഒരു ചരിത്ര ദിവസമായിരുന്നു. DMK ഭരണത്തിന്, വർഷങ്ങളായിട്ടുള്ള ദ്രാവിഡ ഭരണത്തിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് വിജയ്, തമിഴകത്തിന്റെ സൂപ്പർ താരം വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു എന്നുള്ളതാണ്. കേവലം 2 വർഷം മാത്രമാണ് രാഷ്ട്രീയ രംഗത്തേക്ക് വിജയ് എത്തിയതിൽ ആ ഒരു പാരമ്പര്യമുള്ളത്. അതിനു പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രിയാകുന്നു. പല നാടകീയതകൾക്കെല്ലാം ഒടുവിലാണ് വിജയ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. വിപുലമായ സത്യപ്രതിജ്ഞാ ചടങ്ങുകളായിരുന്നു. അതിൽ വിജയ് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് തമിഴ് ജനതയ്ക്ക് നൽകിയത്? എത്രമാത്രം വിപുലമായിരുന്നു ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ? സ്വാതി, ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കാരണം വിജയുടെ തന്നെ പ്രസംഗങ്ങളിൽ, വിജയുടെ പൊതുയോഗങ്ങളിലെ കട്ടൗട്ടുകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന വാചകമാണ് ചരിത്രം കുറിക്കും എന്നുള്ളത്. കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വർഷമായി 2026 അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 1967 DMK അവിടെ അധികാരം പിടിക്കുന്നത്. 77 MGR രൂപീകരിച്ച അണ്ണാ DMK അധികാരം പിടിച്ചു. അതുപോലെ ഇപ്പോൾ വിജയ് പല പൊതുയോഗങ്ങളിലും പറഞ്ഞതുപോലെ ചരിത്രം കുറിച്ചിരിക്കുന്നു. കാരണം 2026 വിജയ്, സ്വാതി സൂചിപ്പിച്ച പോലെ തന്നെ 2 വർഷം മാത്രം പ്രായമുള്ള പാർട്ടി രൂപീകരിച്ച് വിജയ് 108 സീറ്റ് നേടി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിരിക്കുകയാണ്. തീർച്ചയായും ഏറെ നാടകീയതകൾ കടന്നുപോയാണ്. ഏതാണ്ട് ഒരാഴ്ച നീണ്ടുനിന്ന നാടകീയതയ്ക്കൊടുവിലാണ് ഇത്തരം പ്രഖ്യാപനത്തിലേക്ക്, അധികാരം സത്യപ്രതിജ്ഞ അടക്കമുള്ള ചടങ്ങുകളിലേക്ക് ഇപ്പോൾ വിജയ് കടന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമാ ഡയലോഗുകൾ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിൽ സംശയമില്ല. ആരാധകരുടെയൊക്കെ തന്നെ ആവേശം അണ പൊട്ടി ഒഴുകുന്നതും കണ്ടു. സത്യവാചകം നോക്കി വായിക്കാതെ, പ്രത്യേകിച്ച് ഡയലോഗ് എങ്ങനെ ഡെലിവറി ചെയ്യുന്നു അതുപോലെ തന്നെയാണ് വിജയ് സത്യപ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തത്. ഏതായാലും അതിനുശേഷം ഇന്ന് 9 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. എല്ലാം TVKയുടെ നേതാക്കളാണ്. നേരത്തെ കോൺഗ്രസിൽ നിന്ന് 2 പേരുണ്ടാകുമെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതേതായാലും ഇന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ച ശേഷമായിരിക്കും മന്ത്രിസഭ വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും വിജയ്ക്ക് ശേഷം ഇന്ന് ആനന്ദാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം ആദവ് അർജുന, സെങ്കോട്ടയൻ അടക്കമുള്ള മുഴുവൻ 9 നേതാക്കൾ കൂടി
മന്ത്രിമാരായി ചുമതലയേൽക്കുകയും ചെയ്തു. ഏതായാലും വിജയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീ സുരക്ഷ. ഏറ്റവും ആദ്യം ഒപ്പുവെച്ച ഫയലുകളിൽ 3 ഫയലുകൾ ഒപ്പുവെച്ചു. അതിലൊന്ന് സ്ത്രീ സുരക്ഷ തന്നെയായിരുന്നു. മറ്റൊന്ന് സൗജന്യ വൈദ്യുതി, 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി തെരഞ്ഞെടുപ്പ് കാലത്ത് TVKയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു. ആ പ്രഖ്യാപനവും ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ലഹരി ഒരു പ്രധാനപ്പെട്ട വിഷയമായി വിജയ് ഉന്നയിച്ചതാണ്. ലഹരി തടയാൻ, ഉപയോഗം തടയാൻ എല്ലാ ജില്ലകളിലും സ്ക്വാഡ് രൂപീകരണം, അതാണ് വിജയ് മൂന്നാമതായി ഒപ്പുവെച്ച ഫയൽ. അങ്ങനെ 3 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തി. ഇതിനുശേഷം വിജയ് അവിടെ അതേ വേദിയിൽ വെച്ച് തന്നെ, ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ആരാധകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അതിൽ വിജയ് പറഞ്ഞത് ഒരു പുതുയുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു, നിങ്ങളെ പോലെ തന്നെ ഒരുവനാണ് താൻ എന്ന പ്രഖ്യാപനം വിജയ് നടത്തി. അങ്ങനെ ഏതായാലും ഒരു പുതുയുഗത്തിന് ഇപ്പോൾ സാക്ഷിയാവുകയാണ് എന്നാണ് വിജയ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒപ്പം DMKക്കെതിരെ പരമ്പരാഗതമായി പ്രചാരണ കാലത്തുടനീളം വിജയ് ഉന്നയിച്ചത് DMKക്കെതിരെയുള്ള കടുത്ത വിമർശനമായിരുന്നു. ഇന്നും DMKക്കെതിരെ അത്തരം വിമർശനങ്ങൾ വിജയുടെ ഭാഗത്തുണ്ടായി. ഖജനാവ് കൊള്ളയടിച്ചു, ഖജനാവ് കാലിയാക്കി എന്നടക്കമുള്ള വിമർശനങ്ങൾ വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തീർച്ചയായും വിജയ് ഒരു പുതിയ തുടക്കം തമിഴ്നാട്ടിൽ കുറിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആരാധകരാകട്ടെ വിജയുടെ കടന്നുവരവ്, വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. പ്രത്യേകിച്ച് പലർക്കും ഈ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെന്നൈ നഗരത്തിലെ വിവിധയിടങ്ങളിൽ, ഏതാണ്ട് 20 ഇടങ്ങളിലാണ് ലൈവായി സത്യപ്രതിജ്ഞ കാണാനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. അങ്ങനെ വലിയ ആഘോഷമാക്കി വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ TVK പ്രവർത്തകരും വിജയുടെ ആരാധകരൊക്കെ തന്നെ മാറ്റുകയും ചെയ്തു. സ്വാതി. ശരി രാകേഷ്, എന്തായാലും നമ്മൾ ആ ചടങ്ങുകളെല്ലാം നേരിട്ട് കാണുകയും ചെയ്തതാണ്. ഈ ആരാധകരൊക്കെ വലിയ ചടങ്ങായി വിജയുടെ ഈ ഒരു സത്യപ്രതിജ്ഞ മാറ്റി. ഇനി എങ്ങനെയാണ് വിജയ് ഭരണം കൈയാളുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടി തമിഴ് ജനത കാത്തിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ER രാകേഷ് നൽകിയത്.